വടി കൊടുത്ത് അടി വാങ്ങാമെന്ന് കേട്ടിട്ടുണ്ടോ? അതായിരുന്നു എൻ്റെ അവസ്ഥ. എൻ്റെ ഒരു ഓയിലി സെൻസിറ്റീവ് സ്കിന്നാണ്. സോ അൺഈവൻ സ്കിൻ ടോൺസ്, പിമ്പിൾ മാർക്സ്, പിന്നെ ഫേസ് ഒരു ഗ്ലോ ഇല്ലാത്ത അവസ്ഥ, ഇങ്ങനെ എല്ലാ കൺസേൺസും കൂടെ എനിക്ക് ഒന്നിച്ച് വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഓർത്തു എല്ലാം കൂടെ ഒന്നിച്ച് അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ച് ഞാൻ നേരെ സിറത്തിൽ അങ്ങ് ഇൻവെസ്റ്റ് ചെയ്തത് മാത്രം പോരാ, ഇതിനെക്കുറിച്ച് വലിയ ധാരണയും ഇല്ലായിരുന്നു. എൻ്റെ വിചാരം ഇതൊക്കെ കൂടെ തേച്ച് കഴിയുമ്പോഴത്തേനും എൻ്റെ സ്കിന്നിലുള്ള പരിപാടികളൊക്കെ നല്ല രീതിക്ക് മാറി സ്കിന്നങ്ങ് ഗ്ലോ ആയി ഞാനങ്ങ് ചുന്ദരിയാവുന്നു. അതുകൊണ്ട് എന്തായി, എൻ്റെ മുഖത്ത് പിമ്പിൾസ് അങ്ങ് മെത്തിക്കേറി, മാർക്സ് ഒട്ട് പോയുമില്ല. ഈ സിറത്തിൻ്റെയൊക്കെ എഫക്റ്റ് കാരണം കൊണ്ട് എൻ്റെ സ്കിൻ ആകെ അങ്ങ് ഡാമേജ് ആയിപ്പോയി. അങ്ങനെ 8ൻ്റെ പണി കിട്ടി മൂഞ്ചിരിക്കുമ്പോഴാണ് സിറം സൈക്ലിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡിനെ കുറിച്ച് ഞാൻ അറിയുന്നത്. എന്തായാലും നനഞ്ഞു എന്നാൽ കുളിച്ച് കയറാമെന്ന് വിചാരിച്ചു. സോ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ എൻ്റെ സിറം 2 കാറ്റഗറി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചു. സോ ഫസ്റ്റ് ഡേ ഈവനിങ് ഞാൻ ബ്രൈറ്റനിങ് സിറമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മോർണിംഗ് ഞാൻ വിറ്റമിൻ സി സിറം യൂസ് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ക്ലിയർ സിറമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈവനിങ് ഞാൻ സാൽസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യും. സോ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് തോന്നിയൊരു കാര്യം, എൻ്റെ സ്കിന്ന് നല്ല രീതിക്ക് സിറത്തിലൊക്കെ അഡാപ്റ്റ് ആവാൻ തുടങ്ങി. എനിക്ക് റിസൾട്ട്സ് കിട്ടാൻ വേണ്ടി തുടങ്ങി. പിന്നെ മോർണിംഗ് ഞാൻ എപ്പോഴും സിറം യൂസ് ചെയ്തതിന് ശേഷം സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യും. ഈവനിങ് ഞാൻ മോയ്സ്ചറൈസറും കൂടെ തേച്ചു. അപ്പോൾ എനിക്ക് എല്ലാം കൊണ്ടും എൻ്റെ സ്കിന്നിന് അത് സൂട്ടായി. ഈ ഒരു മെത്തേഡ് ചെയ്തപ്പോഴത്തേനും എനിക്ക് റിസൾട്ട്സ് കിട്ടാൻ വേണ്ടി തുടങ്ങി. എന്നെ പോലത്തെ ഓയിലി സെൻസിറ്റീവ് സ്കിന്നുള്ള വ്യക്തികളാണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ എനിക്ക് കിട്ടിയ പണികളൊന്നും നിങ്ങൾക്ക് കിട്ടില്ല, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ അത്രയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.